ജേണി ടു വിക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ PSC ഉദ്യോഗാർത്ഥികൾക്കും SSLC വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പുതിയ ഭൗതികശാസ്ത്രം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണിത്. 2 ക്ലാസ്സുകളായിട്ടായിരിക്കും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ജീവശാസ്ത്രം ബയോളജിയുടെ ആദ്യത്തെ പാഠം പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചാപ്റ്റർ ശബ്ദ തരംഗങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി ഇൻട്രൊഡക്ഷനായിട്ട് ചലനത്തെക്കുറിച്ച്, ചില പ്രത്യേക തരം ചലനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ശബ്ദ തരംഗങ്ങളിലേക്ക് നമ്മുടെ ചാപ്റ്റർ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠത്തിൻ്റെ പിക്ചർ കാണുമ്പോൾ പറയാം, ഊഞ്ഞാലുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്നാമതായിട്ട് ഇത് നോക്കിക്കേ, പാഠപുസ്തകത്തിലൊരു ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം? ഊഞ്ഞാലിൻ്റെ ചലനം അത് ഏത് തരം ചലനമാണ് എന്നുള്ളതാണ്. എന്താണ്? ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ചലനങ്ങൾ പലതരത്തിലുണ്ടോ? നോക്കിക്കേ, നേർരേഖയിലുള്ള ചലനമുണ്ടല്ലേ. ഇപ്പോൾ ഒരു മാവിൽ നിന്ന് ഞെട്ടറ്റ് താഴേക്ക് വീഴുന്ന മാങ്ങ, അത് വളഞ്ഞു വളഞ്ഞായിരിക്കുമോ താഴേക്ക് വരുന്നത്? ഇല്ല, നേർരേഖയിൽ താഴേക്ക് വരും അല്ലേ. അതൊരു നേർരേഖയിലൂടെയുള്ള ചലനമാണ്. നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി ചലിക്കുന്നത് എങ്ങനെയാണ്? ഒരു വൃത്താകൃതിയിലാണല്ലേ. അല്ല, ഫാനിൻ്റെ ദളങ്ങൾ ചലിക്കുന്നത് എങ്ങനെയാണ്? വൃത്താകൃതിയിലാണ്. അതിന് നമുക്ക് വർത്തുള്ള ചലനമെന്ന് പറയാം. നമ്മൾ വെറുതെ ഒന്ന് ഉരുട്ടിവിട്ട പന്ത്, അത് നേർരേഖയിൽ മാത്രമായിരിക്കും പോകുന്നില്ല. തറയുടെ ചരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ ചലനപാതയിൽ വ്യതിയാനം ഉണ്ടാവും. അതുപോലെ ചലനത്തെ ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ തരംതിരിക്കാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഊഞ്ഞാലിൻ്റെ ചലനത്തെ എന്താ വിളിക്കുക? ഊഞ്ഞാലിൻ്റെ ചലനം നോക്കിയാൽ അതൊരു പ്രത്യേക തരത്തിലുള്ള ചലനമല്ലേ? ആണ്. ആ ചലനത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനത്തിൻ്റെ പേരെന്താണ്? ദോലനം. ഊഞ്ഞാലിൻ്റെ ചലനത്തിൻ്റെ പ്രത്യേകത, അത് ഒരു നിശ്ചിത സ്ഥാനത്ത് നിന്ന്, ഒരു തുലന സ്ഥാനത്ത് നിന്ന് ഇരുവശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കൃത്യമായ ഇടവേളകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. തുലന സ്ഥാനം നമുക്ക് O എന്ന ഈ ചിത്രത്തിൽ എഴുതാം. അപ്പോൾ ഈ O എന്ന ഭാഗത്ത് നിന്ന് 2 വശത്തേക്കും, Aയിലേക്കും Bയിലേക്കും അത് എന്ത് ചെയ്യുവാണ്? നിശ്ചിതമായ ഇടവേളകളിൽ ക്രമമായി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമായ ചലനത്തെയാണ് ദോലന ചലനമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദോലനം? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. എന്താണ്? ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചിത്രത്തിൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാണ്? ഇവിടെ ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ട്. 2a, a/2a എന്നൊക്കെ തന്നിട്ടുണ്ടല്ലേ. നമുക്കൊന്ന് ചിത്രത്തിലേക്ക് നോക്കാം. തുലന സ്ഥാനത്ത് നിന്ന്, അതായത് Oയിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. തുലന സ്ഥാനത്ത് നിന്ന് B എന്ന വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്രയാണ്? ഈ സ്മോൾ ലെറ്റർ A അല്ലേ. ഇനി മറുവശത്തേക്ക് നോക്കിയാലോ, എത്രയാണ്? അവിടെയും സ്മോൾ ലെറ്റർ A അത്രയാണ് സഞ്ചരിക്കുന്നത് ആ വസ്തു. ഇതിനെയാണ് ആയതി എന്ന് വിളിക്കുന്നത്. എന്താണ് ആയതി? എന്താണ് ആയതി? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ഓക്കെ, ഒരു ദോലന ചലനത്തിലായിരിക്കുന്ന ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. ഇത് ഏത് ലെറ്റർ കൊണ്ടാണ്? A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. എന്താണ് ഇതിൻ്റെ SI യൂണിറ്റ്? ദൂരത്തിൻ്റെ അളവാണ്. അപ്പോൾ എന്തായിരിക്കും SI യൂണിറ്റ്? മീറ്റർ. മീറ്ററാണ് SI യൂണിറ്റ്. ഓക്കെ, ദോലനം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ആയതി എന്താണെന്നും മനസ്സിലായി. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് 2 പുതിയ ടേംസിലേക്കാണ് കേട്ടോ. നമുക്കത് നോക്കാം. പീരിയഡും ഫ്രീക്വൻസി അഥവാ ആവൃത്തി, ഈ 2 പദങ്ങളാണ് അടുത്ത് നമ്മുടെ പാഠപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എന്താണ് പീരിയഡ്? പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ദോലനം അത് പൂർത്തിയാകാൻ ആവശ്യമായ സമയം. എപ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാകുന്നത്? ആരംഭിക്കുന്നത് തുലന സ്ഥാനത്ത് നിന്നാണ്. തുലന സ്ഥാനത്ത് നിന്ന് അതിൻ്റെ ചലനം ആരംഭിച്ച് B എന്ന വശത്ത് പോയി തിരിച്ച് A എന്ന സ്ഥാനത്ത് പോയി വീണ്ടും അത് ആരംഭിച്ച അതേ സ്ഥാനത്ത് അതേ ദിശയിലെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാകുന്നത്. ഇങ്ങനെ ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയമാണ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ലെറ്ററിനെ ഇതിന് നമുക്ക് T എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. എങ്ങനെയാ? T എന്ന ലെറ്റർ, ടൈമിനെ സൂചിപ്പിക്കുന്ന T എന്ന ലെറ്റർ കൊണ്ട് പീരീഡിനെ സൂചിപ്പിക്കാം. അപ്പോൾ SI യൂണിറ്റ് എന്തായിരിക്കും? സമയത്തെയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ?
അങ്ങനെയാണെങ്കിൽ എന്താണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി? നമ്മൾ പറഞ്ഞു ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് പീരീഡ്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കപ്പെടുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഓക്കെ അല്ലേ? എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. എഫ് എന്ന ലെറ്റർ കൊണ്ടാണ് ആവൃത്തിയെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ്. ദോലന ചലനത്തിന് മറ്റൊരു ഉദാഹരണമാണ് പെൻഡുലം ക്ലോക്ക്. പെൻഡുലം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം എന്താണ്? ദോലന ചലനമാണ്. അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട PSC ഉദ്യോഗാർത്ഥികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കൊള്ളുക. പെൻഡുലത്തിൻ്റെ നീളം എത്രയാണ്? ഏകദേശം 1 മീറ്റർ എന്നാണ് പറയുന്നത്. അതായത് 99.35 സെൻറ്റിമീറ്റർ ആണ് പെൻഡുലത്തിൻ്റെ നീളം. ഇനി മറ്റൊന്ന്, പെൻഡുലം നിർമ്മിച്ചിരിക്കുന്നത് ഒരു അലോയ് കൊണ്ടാണല്ലേ, ലോഹസങ്കരം കൊണ്ടാണ്. എന്താണത്? ഇൻവാർ എന്ന ലോഹസങ്കരം കൊണ്ടാണ് പെൻഡുലം നിർമ്മിച്ചിരിക്കുന്നത്. ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് 1 മിനിറ്റ് സമയമാറ്റം ഉണ്ടാകുന്നത്? എത്രയാണ്? 1 മിനിറ്റ് ആകാൻ 30 ദോലനങ്ങൾ വേണ്ടിവരും. എത്രയാണ്? 30 ദോലനം പൂർത്തിയാകുമ്പോഴാണ് 1 മിനിറ്റ് പൂർത്തിയാകുന്നത്. അതായത് 60 സെക്കൻഡുകൾ കൊണ്ട് 30 ദോലനം സംഭവിക്കും അല്ലേ? 30 ദോലനങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പെൻഡുലം ക്ലോക്കിൻ്റെ പീരീഡ് കണ്ടെത്തിക്കൂടെ? എന്താണ് പീരീഡ്? നമ്മൾ പഠിച്ചു. എന്താണ് പീരീഡ്? ഒരു ദോലനം പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയമാണ് പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ നമുക്ക് 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് 60 സെക്കൻഡാണ്. 60 സെക്കൻഡിൽ 30 ദോലനം. അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം എത്രയാണ്? 60 ഭാഗം 30 2 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? 2 സെക്കൻഡാണ് പെൻഡുലം ക്ലോക്കിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്രയായിരിക്കും? ആവൃത്തി കണ്ടുപിടിച്ചൂടെ? ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എന്താണ് ആവൃത്തി എന്ന് പറഞ്ഞാൽ? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ചു. ഒരു ദോലനത്തിന് 2 സെക്കൻഡ് വേണമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ദോലനം സംഭവിക്കും? അര ദോലനം അല്ലേ? അര ദോലനം. അപ്പോൾ ആവൃത്തി എത്രയായിരിക്കും? 0.5. യൂണിറ്റ് എന്താണ്? ഹെഡ്സ്. 0.5 ഹെഡ്സ് ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. 1 മിനിറ്റിൽ 30 ദോലനങ്ങളുടെ സ്ഥാനത്ത് 60 ദോലനങ്ങളായിരുന്നെങ്കിലോ? ആവൃത്തിയിലും പീരീഡ്സിൽ എന്ത് മാറ്റമായിരിക്കും വരുന്നത്? നമുക്ക് നോക്കാം. 1 മിനിറ്റിൽ 60 ദോലനം, അതായത് 60 സെക്കൻഡിൽ 60 ദോലനങ്ങളല്ലേ? അപ്പോൾ എന്തായിരിക്കും പീരീഡ്? അഥവാ ഒരു ദോലനത്തിനെടുക്കുന്ന സമയം എത്രയായിരിക്കും? 60 സെക്കൻഡ് ഭാഗം 60 ദോലനം സമം എത്ര കിട്ടും? 1 സെക്കൻഡ് എന്ന് കിട്ടും അല്ലേ? ഒരു ദോലനത്തിന് 1 സെക്കൻഡ് സമയം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവൃത്തിയോ? 1 സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1 സെക്കൻഡിൽ 1 ദോലനം. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ആവൃത്തി? 1 ഹെഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് ആവൃത്തിയിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ പീരീഡ്സിലുണ്ടായ വ്യത്യാസം ആവൃത്തിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ആദ്യം പീരീഡ് 0.5 ആയിരുന്നപ്പോൾ 2 സെക്കൻഡ് ആയിരുന്നപ്പോൾ പീരീഡ് 2 സെക്കൻഡ് ആയിരുന്നപ്പോൾ ആവൃത്തി എന്തായി? 0.5 ആയി. അടുത്ത കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പീരീഡ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 1 മാറിയപ്പോൾ ആവൃത്തി എന്ത് ചെയ്തു? കൂടിയല്ലേ? 1 മാറി. പീരീഡ് കുറഞ്ഞപ്പോൾ ആവൃത്തി കൂടി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പീരീഡും ആവൃത്തിയും വിപരീതാനുപാതത്തിലാണ്. പീരീഡ് കുറയുമ്പോൾ എന്ത് കൂടും? ആവൃത്തി കൂടുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? നമ്മൾ ഹെഡ്സാണ് ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പഠിച്ചല്ലേ? ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സിൻ്റെ
ഹെഡ്സിനോടുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആവൃത്തിക്ക് ഹെഡ്സ് എന്ന യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ധാരാളം സംഭാവനകൾ ശാസ്ത്രരംഗത്ത് നൽകിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി. എന്തിൻ്റെയാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം. മറ്റൊന്ന്, റേഡിയോ, ടെലഫോൺ, ടെലിഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറയിട്ടു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. അപ്പം ഇത്തരത്തിലുള്ള സംഭാവനകൾ നൽകിയത് കൊണ്ടാണ് ആരുടെ പേര്, ഹെൻറിച്ച് റുഡോൾഫ് ഹെഡ്സിൻ്റെ പേര് ആവൃത്തിയുടെ യൂണിറ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി ഹെഡ്സ് എന്ന പദം നമ്മൾ റേഡിയോ, ടെലിവിഷൻ ഇവയുടെയൊക്കെ പ്രവർത്തനവുമായിട്ട് അതിൻ്റെ പ്രക്ഷേപണമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നമ്മൾ ഈ പദങ്ങൾ പ്രയോഗിച്ച് കണ്ടിട്ടുണ്ടല്ലേ. ഇത് എന്താണ്? മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത്, കിലോ ഹെഡ്സ് എന്നൊക്കെ പറയുന്നത് ഹെഡ്സിൻ്റെ തന്നെ കൂടിയ അളവുകൾ, യൂണിറ്റുകളാണ്. ഇതെന്താണ്? ആവൃത്തിയുടെ തന്നെയാണ്. ഇവയും ആവൃത്തിയുടെ എന്താണ്? പ്രായോഗിക യൂണിറ്റുകളാണ്. 1 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 1000 ഹെഡ്സാണ്, അഥവാ 10⁻³ ഹെഡ്സ്. 1 മെഗാ ഹെഡ്സ് എന്ന് പറഞ്ഞാലോ 10 ലാക്ക് ഹെഡ്സാണ്. അത് 10⁻6 ഹെഡ്സാണ് 1 മെഗാ ഹെഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ മുമ്പ് സയൻസ് ലാബുകളിൽ ട്യൂണിംഗ് ഫോർക്ക് കണ്ടിട്ടുണ്ടല്ലേ. ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ശക്തമായിട്ട് എന്താണ് തട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഉത്തേജിപ്പിക്കപ്പെട്ട് ശബ്ദം ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ഒരു മുഴക്കത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ഇത് എല്ലാ ട്യൂണിംഗ് ഫോർക്കും തട്ടുമ്പോൾ ഒരേ സൗണ്ടാണ് കേൾക്കുന്നത്? അല്ലല്ലേ, വ്യത്യസ്തമാണ്. അതിലുള്ള ട്യൂണിംഗ് ഫോർക്കിൽ ഒരു നമ്പർ എഴുതിയിരിക്കുന്ന കാണാം അല്ലേ, അതിൻ്റെ ആവൃത്തി എഴുതിയിരിക്കുന്നത് കാണാം. വ്യത്യസ്ത ആവൃത്തിയിലുള്ള ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഉത്തേജിപ്പിക്കുമ്പോൾ, എവിടെയെങ്കിലും തട്ടിയൊന്ന് ഉത്തേജിപ്പിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കമ്പനം വ്യത്യസ്ത അളവിലുള്ളതായിരിക്കും. അതിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ തട്ടി ഉത്തേജിപ്പിക്കുമ്പോൾ അത് കമ്പനം ചെയ്യുകയും ആ കമ്പനം നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിനെ കമ്പനം ചെയ്യിക്കുന്നു. അത് നമ്മുടെ കണ്ണപടത്തിലെത്തുമ്പോഴത്തേക്കും നാം എന്ത് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്കിലെ വ്യത്യസ്തമായ രേഖപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയും. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത ആവൃത്തിയിലുള്ള ട്യൂണിംഗ് ഫോർക്കുകളെ കമ്പനം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ശബ്ദമായിരിക്കും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ഏതൊരു വസ്തുവിനെ സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചാൽ ആ വസ്തുവിന് അതിൻ്റേതായ ഒരു ആവൃത്തി ഉണ്ടാവും. ആ ആവൃത്തിയിലായിരിക്കും ആ വസ്തു കമ്പനം ചെയ്യുന്നത്. എല്ലാ വസ്തുക്കളും നമ്മളിപ്പോൾ ഒരു സ്കെയിലും ഒരു സ്റ്റീൽ സ്കെയിലും ഒരു പ്ലാസ്റ്റിക് സ്കെയില് മേശമേൽ തട്ടുമ്പോൾ കേൾക്കുന്ന ആ ഒരു കമ്പനമായിരിക്കില്ല ഒരു സ്റ്റീൽ സ്കെയിൽ തട്ടുമ്പോൾ അല്ലേ. അപ്പോൾ അതായത് ഓരോ വസ്തുവിനും അതിൻ്റേതായ എന്തുണ്ട്? ആ ഒരു ആവൃത്തിയുണ്ട്. അതാണ് അടുത്ത് കാണുന്നത്. എന്താണ്? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെ വിളിക്കുന്ന പേരാണ് സ്വാഭാവിക ആവൃത്തി. ഓരോ വസ്തുവിനും അതിൻ്റേതായ സ്വാഭാവിക ആവൃത്തി ഉണ്ടായിരിക്കും. ആ ആവൃത്തിയിലായിരിക്കും ആ വസ്തു സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ കമ്പനം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്വാഭാവിക ആവൃത്തി ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവും അല്ലേ. ഓരോ വസ്തുവിനും വ്യത്യസ്തമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വസ്തുവിൻ്റെ നീളം. ആ വസ്തുവിന് എന്തുമാത്രം നീളമുണ്ട് എന്നുള്ളത് ആവൃത്തിയെ സ്വാധീനിക്കുന്നു. അതിൻ്റെ വലുപ്പം, പിന്നെ അതിൻ്റെ ഇലാസ്തികത സ്വഭാവം, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, അതിലടങ്ങിയിരിക്കുന്ന എന്ത് പദാർത്ഥങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നീളം, വലിപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നിവ എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? ആവൃത്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് പഠിക്കാനായിട്ടുള്ളത് പ്രണോദിത കമ്പനം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് പ്രണോദിത കമ്പനം? അതിന് ഉദാഹരണമായിട്ട് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, മേശപ്പുറത്ത് വെച്ച് മിക്സി ഓൺ ചെയ്യുമ്പോൾ, മിക്സി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആഘാതത്തിൽ മേശ എന്ത് ചെയ്യുന്നത് കാണാം? കമ്പനം ചെയ്യുന്നതായിട്ട് കാണാം അല്ലേ. ഇങ്ങനെ മിക്സിയുടെ പ്രവർത്തനം മൂലം, അതിൻ്റെ കമ്പനം മൂലം ആ മേശയും കമ്പനം ചെയ്തു. അതുപോലെ
ഇത് നമുക്ക് മറ്റൊരു പരീക്ഷണത്തിൽ ഇത് കണ്ടാൽ, ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മളൊന്ന് ഉത്തേജിപ്പിച്ച് ശ്രവിച്ചാൽ അത് അതിൻ്റേതായ സ്വാഭാവിക ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നത് കാണാം. എന്നാൽ ആ ട്യൂണിംഗ് ഫോക്കിനെ ഒരു മേശപ്പുറത്ത് അങ്ങനെ കമ്പനം ചെയ്യിച്ചതിന് ശേഷം ഒരു മേശപ്പുറത്ത് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കേൾക്കാം? ട്യൂണിംഗ് ഫോക്കിൻ്റെ ശബ്ദത്തോടൊപ്പം മേശ കമ്പനം ചെയ്യുന്ന ശബ്ദവും കേൾക്കാൻ കഴിയും. ഈ മേശയ്ക്ക് കമ്പനം ഉണ്ടായത് എങ്ങനെയാണ്? ട്യൂണിംഗ് ഫോക്ക് നമ്മൾ ഉത്തേജിപ്പിച്ചു അല്ലേ, ഒരിടത്ത് തട്ടി ഉത്തേജിപ്പിച്ചപ്പോഴാണ് ട്യൂണിംഗ് ഫോക്കിന് കമ്പനം ഉണ്ടായത്. മേശയുടെ കമ്പനം എങ്ങനെയാണ് ഉണ്ടായത്? ട്യൂണിംഗ് ഫോക്കിൻ്റെ കമ്പനം മേശയും കൂടി എന്ത് ചെയ്തു? ഉത്തേജിപ്പിച്ചു. ഇങ്ങനെ കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്താൽ അതിനെ നമുക്ക് പ്രണോദിത കമ്പനം എന്ന് പറയാം. നിസ്സാര കാര്യം അല്ലേ? എന്താണ്? കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത. ഈ ചിത്രത്തിൽ 2 നിറത്തിലുള്ള ഹാക്സോബ്ലൈഡിൻ്റെ പീസസ് ഒരു തടിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അല്ലേ? അതിൽ റെഡ് കളറിലുള്ള പീസസിൻ്റെ ലെങ്ത് നീളം 17 സെൻറ്റിമീറ്റർ ആണ്. ബ്ലൂ കളറിലുള്ള ഹാക്സോബ്ലൈഡുകളുടെ ബ്ലേഡ് കഷ്ണങ്ങളുടെ നീളം 13 സെൻറ്റിമീറ്റർ ആണ്. അതായത് 2 വ്യത്യസ്ത നീളത്തിലുള്ള ഹാക്സോബ്ലൈഡുകളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഒന്നിടവിട്ട തടിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി ഒന്നാമത്തെ ബ്ലേഡിൽ, അതായത് എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബ്ലേഡിൽ നമ്മൾ വിരലുകൊണ്ടോ മറ്റെന്തെങ്കിലും ഒരു സാധനം കൊണ്ടോ ഒന്ന് തട്ടി അതിനെ കമ്പനം ചെയ്യിച്ചാൽ മറ്റ് ബ്ലേഡുകളും അതിനോടൊപ്പം കമ്പനം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു പ്രണോദിത കമ്പനം അല്ലേ? നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ കമ്പനം തടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും, അതുപോലെ വായുവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ കമ്പനം മൂലമുള്ള പ്രേരണ കൊണ്ട് മറ്റ് ബ്ലേഡുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കമ്പനം ചെയ്യാൻ തുടങ്ങും. പ്രണോദിത കമ്പനം അവിടെ ഉണ്ടാകും. ഇനി ഈ പ്രണോദിത കമ്പനം ഉണ്ടാകുമ്പോൾ എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത്? ശ്രദ്ധിച്ചു നോക്കിക്കോ ഒന്നത്. ഇനി അതല്ല, നമ്മളത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ബി എന്ന ബ്ലേഡിൽ ഉത്തേജിപ്പിച്ചാൽ അല്ലെങ്കിൽ ബി എന്ന ബ്ലേഡിനെ കമ്പനം ചെയ്യിച്ചാൽ അപ്പോഴും മറ്റെല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നതായി കാണാം. പക്ഷെ അവിടെയും എല്ലാ ബ്ലേഡുകളും ഒരുപോലെയല്ല കമ്പനം ചെയ്യുന്നതല്ലേ? ഇത് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായത്? എ എന്ന ബ്ലേഡ് കമ്പനം ചെയ്യിക്കുമ്പോൾ അതുപോലെ തന്നെ സിയും ഇയും ഒരേപോലെ കമ്പനം ചെയ്യുന്നു. ബി എന്ന ബ്ലേഡ് കമ്പനം ചെയ്യിച്ചാൽ ഡിയും എഫും ഒരുപോലെ ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. അതിന് കാരണം പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിലിരിക്കുന്ന വസ്തുക്കൾ ഒരേ ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ചിത്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എ എന്ന ബ്ലേഡ്, അതിനൊരു സ്വാഭാവിക ആവൃത്തി ഉണ്ടല്ലേ? അതിൽ കമ്പനം ചെയ്യുമ്പോൾ അതിനാൽ പ്രണോദിതമാകുന്ന മറ്റ് ഹാക്സോ ബ്ലേഡുകളിൽ സി, ഇ എന്നിവ എ എന്ന ബ്ലേഡിൻ്റെ അതേ സ്വാഭാവിക ആവൃത്തിയിലുള്ളതാണ്. അതുകൊണ്ട് അവ എന്ത് പറയാം? നമുക്ക് അനുനാദത്തിലാണെന്ന് പറയാം. ഇങ്ങനെ അനുനാദത്തിലായിരിക്കുന്ന ബ്ലേഡുകൾ കമ്പനം ചെയ്യുമ്പോൾ അത് ഒരേ ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ അല്ലേ? അതുപോലെ ബി എന്ന ബ്ലേഡിനെ കമ്പനം ചെയ്യിച്ചാൽ ഡിയും എഫും ഒരേ ആയതിയിൽ കമ്പനം ചെയ്യും. കാരണം ബിയും ഡിയും എഫിൻ്റെയും സ്വാഭാവിക ആവൃത്തി ഒന്നുപോലെയാണ്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ, അതായത് എയുടെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണ ചെലുത്തുന്ന വസ്തുവിൻ്റെ, അതായത് സി, ഇ ഇവയുടെ ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് അനുനാദം? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവികാവൃത്തിയും ആ പ്രേരണ ചെലുത്തപ്പെടുന്ന മറ്റു വസ്തുക്കളുടെ സ്വാഭാവികാവൃത്തിയും തുല്യമായാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനുനാദം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അനുനാദത്തിലിരിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യും? ഒരേ ആയതിയിൽ കമ്പനം ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. MRI സ്കാനിങ്, റേഡിയോ ട്യൂണിംഗ്,
ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ, സ്റ്റെതസ്കോപ്പ്, മെഗാഫോൺ, ഹോൺ, സംഗീത ഉപകരണങ്ങളായ ട്രംപറ്റ്, നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങൾ, ഇവയെല്ലാം പ്രണോദിത കമ്പനത്തെയും അനുനാദത്തെയും പ്രയോജനപ്പെടുത്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് തരംഗചലനമാണ്. എന്താണ് തരംഗചലനം? ഓക്കെ, അതിനായിട്ട് പാഠത്തിൽ തന്നിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് നോക്കാം. ഒരു ഗ്ലാസ് ട്യൂബ് കണ്ടോ, ഒരു ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ ഒരു അഗ്രം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ പല നിറത്തിലുള്ള പേപ്പർ ബോളുകൾ ഇട്ടിട്ടുണ്ട്. ട്യൂബിൻ്റെ മറുഭാഗം ഒരു സ്പീക്കർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ട്യൂബിനുള്ളിലേക്ക് സ്പീക്കർ വരത്തക്ക രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ സ്പീക്കറിലേക്ക് ഒരേ ആവൃത്തിയിലുള്ള ഉച്ചത്തിലുള്ള ശബ്ദം കേൾപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ് അതിൽ കാണാൻ സാധിക്കുന്നത്? ഈ പേപ്പർ ബോളുകൾ അത് കിടക്കുന്ന തുലന സ്ഥാനത്ത് നിന്ന് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യുന്നത് കാണാം, പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് കാണാം. മറ്റൊരു പ്രത്യേകത, ഈ പേപ്പർ ബോളുകൾ ഒരഗ്രത്ത് നിന്ന് മറ്റഗ്രത്തേക്ക് നീങ്ങിപ്പോകുന്നില്ല. ആ തുലന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുവാണ്, മുകളിലേക്കും താഴേക്കും ശബ്ദത്തിൻ്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും? മാത്രമല്ല, അങ്ങനെ ചലിക്കുന്നത് കൊണ്ട് ഒന്നിടവിട്ട് പേപ്പർ ബോളുകൾ ചില ഭാഗത്ത് കൂട്ടമായും ചില ഭാഗത്ത് എണ്ണത്തിൽ കുറഞ്ഞും കാണപ്പെടുന്നു അല്ലേ? ഇതിന് സമാനമായ മറ്റൊരു പരീക്ഷണമാണ് അടുത്ത് തന്നിരിക്കുന്നത്. എന്താണ്? സ്ലിംഗി ഉപയോഗിച്ചിട്ടുള്ളത്. സ്ലിംഗി അറിയാലോ, വലയങ്ങൾ, സ്പ്രിങ് പോലുള്ള വലയങ്ങളാണ് സ്ലിംഗി എന്ന് പറയുന്നത്. ഒരു സ്ലിംഗി രണ്ട് വശവും വലിച്ചു വെച്ച് മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ 2-3 വലയങ്ങൾ ചേർത്ത് പിടിച്ച് അതിനുശേഷം അതിനെ റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റും? അവിടെ ഉണ്ടായ ഒരു തരംഗം ഉണ്ടാകുന്ന ആ തരംഗ ചലനം ആ സ്പ്രിങ്ങിൻ്റെ അങ്ങറ്റം വരെയും പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പക്ഷേ നേരത്തെ പേപ്പർ ബോളുകൾ അനങ്ങിയതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആ വലയങ്ങൾ നീങ്ങുന്നില്ല. ആ ഒരു തരംഗമാണ് മറുഭാഗം വരെ, സ്ലിംഗിയുടെ മറുഭാഗം വരെ എന്ത് ചെയ്യുന്നത്, നീങ്ങിപ്പോകുന്നത് അല്ലേ? ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം ഇവിടെ സ്ലിംഗിയുടെ ഒരറ്റത്ത് ലഭിച്ച, നമ്മൾ പ്രസ് ചെയ്ത് വച്ചിട്ട് അത് റിലീസ് ചെയ്തപ്പോൾ അവിടെ ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ എനർജി ഇങ്ങനെ ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്ന് കൈമാറി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിനെയാണ് തരംഗചലനമെന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറി മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതാണ് എന്ത്? തരംഗ ചലനമെന്ന് പറയുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള തരംഗ ചലനങ്ങൾ പല രീതികളിലുണ്ട്, പല തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. നമ്മളിതെല്ലാം പലതും കേട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ്? റേഡിയോ തരംഗങ്ങൾ, സീസ്മിക് തരംഗങ്ങൾ, പ്രകാശ തരംഗങ്ങൾ, ശബ്ദ തരംഗം. പിന്നെ നമ്മൾ നേരത്തെ ജലാശയങ്ങളിൽ ഓളങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് തരംഗമാണ്. ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ, എക്സ്റേസ്, ഗാമ റേസ്, ഇങ്ങനെ ധാരാളം തരംഗങ്ങൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും. അടുത്തത് തരംഗങ്ങളെ എങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. നമ്മൾ 2 തരത്തിൽ ഈ പാഠത്തിൽ തരംഗങ്ങളെ ഡിവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ. ഈ തരംഗങ്ങളെ നമുക്ക് പ്രധാനമായും വൈദ്യുത കാന്തിക തരംഗങ്ങളെന്നും യാന്ത്രിക തരംഗങ്ങളെന്നും തിരിക്കാം. എന്തൊക്കെയാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളും യാന്ത്രിക തരംഗങ്ങളും. ചില തരംഗങ്ങൾക്ക് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. ഒരു മാധ്യമത്തിലൂടെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ചില തരംഗങ്ങൾക്ക് മാധ്യമത്തിൻ്റെ ആവശ്യമില്ല, സ്വതന്ത്രമായി തന്നെ അവയെന്ത് ചെയ്യും? സഞ്ചരിക്കും. 2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. ഒന്ന് പ്രകാശം, സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് ഭൂമിയിലെത്തുന്നുണ്ടല്ലേ? പക്ഷേ ഇത് കടന്നു വരുന്ന വഴിക്ക് ബഹിരാകാശം ഉണ്ടല്ലോ. ഈ ബഹിരാകാശത്ത് വായുവില്ല. എന്തെങ്കിലും മാധ്യമം ഉണ്ടോ? ഇല്ല. അവിടെ ശൂന്യമാണ് അല്ലേ? ശൂന്യാകാശമാണ്. പക്ഷെ എന്നിട്ടും ആ ശൂന്യതയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകാശം സഞ്ചരിച്ച് വരുന്നുണ്ട്. അതായത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമത്തിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ശബ്ദ തരംഗങ്ങളാണെങ്കിലോ,
ശബ്ദതരംഗങ്ങൾ. സ്പേസിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവയുടെ ശബ്ദങ്ങളൊന്നും എവിടെ എത്തുന്നില്ല, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നില്ല. കാരണം സ്പേസിൽ എന്തില്ല? ഒരു മാധ്യമവുമില്ല, ശൂന്യമാണ്. അവിടെ വായുവോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഭൂമിയിലേക്ക് എത്താൻ കഴിയാത്തത്. ശബ്ദതരംഗത്തിന് എന്ത് വേണം? സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ചില തരംഗങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് മാധ്യമം ആവശ്യമാണ്. അത്തരം തരംഗങ്ങളെയാണ് യാന്ത്രിക തരംഗങ്ങളെന്ന് വിളിക്കുന്നത്. അവ എന്ത് വിളിക്കുന്നു? യാന്ത്രിക തരംഗങ്ങൾ. എന്താണ്? പ്രേഷണം ചെയ്യാൻ, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ഓക്കെ അല്ലേ? ഇനി എന്താണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ? സഞ്ചരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രേഷണം ചെയ്യപ്പെടുന്നതിന് മാധ്യമം ആവശ്യമില്ലാത്തവയാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ. ഓക്കെ അല്ലേ? റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ്റേസ്, ഗാമ റേസ് ഇവയെല്ലാം വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. ഇവയ്ക്ക് പ്രേഷണം ചെയ്യാനായിട്ട് യാതൊരുവിധ മാധ്യമത്തിൻ്റെയും ആവശ്യം ഇല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ യാന്ത്രിക തരംഗങ്ങളായ സിസ്മിക് തരംഗം, ശബ്ദോർജം ഇവയ്ക്കൊക്കെ സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു മാധ്യമം ആവശ്യമാണ്. ഓക്കെ. യാന്ത്രിക തരംഗങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം. അനുദൈർഘ്യ തരംഗങ്ങളെന്നും അനുപ്രസ്ഥ തരംഗങ്ങളെന്നും. ഇത് ഒരു മാധ്യമത്തിലൂടെ ഒരു തരംഗം പ്രേഷണം ചെയ്യപ്പെടുമ്പോൾ ആ മാധ്യമത്തിലെ കണികകളുടെ കമ്പനത്തെ ആശ്രയിച്ചാണ് അനുദൈർഘ്യ തരംഗമെന്നും അനുപ്രസ്ഥ തരംഗമെന്നും തിരിക്കുന്നത്. ഓക്കെ. ചലനത്തെ അടിസ്ഥാനമാക്കി, കണികകളുടെ ചലനത്തെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യാറുണ്ട്? തരംഗങ്ങളെ രണ്ടായി തിരിക്കാറുണ്ട്. അനുദൈർഘ്യ തരംഗങ്ങളെന്നും അനുപ്രസ്ഥ തരംഗങ്ങളെന്നാണ് തിരിക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത്, മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. സമാന്തരമായി കമ്പനം ചെയ്യുന്നു, പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങൾ. മനസ്സിലായില്ലല്ലേ? നമുക്ക് നോക്കാം. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ രൂപപ്പെടുന്ന മർദ്ദ വ്യതിയാനങ്ങളുടെ ഒരു ചിത്രമാണ് നമുക്ക് പാഠപുസ്തകത്തിൽ 14-ാമത്തെ പേജ് തന്നിരിക്കുന്നത്. ആ ചിത്രം ഒന്ന് നോക്കിയേ. ആ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ആ ഭുജം ഇങ്ങനെ കമ്പനം ചെയ്യുവാണ്. അത് എ എന്ന വശത്തേക്ക്, ഒരു വശത്തേക്ക് കമ്പനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഭാഗത്തെ വായുവിൻ്റെ മർദ്ദം എന്ത് ചെയ്യും? കൂടും അല്ലേ? കാരണം അവിടുത്തെ വായു എന്ത് ചെയ്യാണ്? കണികകൾ ഇങ്ങനെ ചേർന്ന് വരികയാണ് ആ ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? മർദ്ദം കൂടുന്നു. തൊട്ടടുത്ത നിമിഷം അത് എന്ത് ചെയ്യുവാണ്? ആ ഭുജം ബിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ആ കുറച്ച് സ്പേസിലെ വായു കണികകളുടെ എണ്ണം എന്ത് ചെയ്യാണ്? കുറയുകയാണല്ലേ? അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? വായുവിൽ മർദ്ദം കൂടിയ ഭാഗങ്ങളും മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളും രൂപപ്പെടും. ഒന്നിടവിട്ട് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ. എന്താണ്? മർദ്ദം കൂടിയ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും? ഉച്ചമർദ്ദ മേഖല. എന്ത് വിളിക്കും? ഉച്ചമർദ്ദ മേഖലകളെന്ന് വിളിക്കും. അതുപോലെ മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളാണ് നീർജ മർദ്ദ മേഖലകളെന്ന് പറയുന്നത്. നമുക്ക് ആ ചിത്രത്തിൽ CR എന്നീ ലെറ്ററുകളുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. C എന്താണ്? ഉച്ചമർദ്ദ മേഖലകളും R നീചമർദ്ദ മേഖലകളുമാണ്. ഓക്കെ. ഇങ്ങനെ മാധ്യമത്തിൽ ഒന്നിടവിട്ട് നീചമർദ്ദ മേഖലകൾ സൃഷ്ടിച്ചുകൊണ്ട് ശബ്ദം സഞ്ചരിക്കും. ഇതിനെയാണ് അനുദൈർഘ്യ തരംഗമെന്ന് വിളിക്കുന്നത്. എന്താണ്? അനുദൈർഘ്യ തരംഗം. എന്താ ഒരിക്കൽ കൂടി പറഞ്ഞാൽ, സഞ്ചരിക്കുന്ന മാധ്യമത്തിൽ ഒന്നിടവിട്ട് ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തി സഞ്ചരിക്കുമ്പോഴാണ് ആ തരംഗത്തെ അനുദൈർഘ്യ തരംഗം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്നാൽ എന്താണ് അനുപ്രസ്ഥ തരംഗം? മറ്റൊരു എക്സ്പെരിമെൻ്റ്, ഒരാണി ഉപയോഗിച്ച് ഒരു സ്പ്രിങ്ങിന് മേശപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉറപ്പിച്ചിട്ടുണ്ടല്ലേ? അതിൽ നിന്നൊരു ചരട് കെട്ടി അതിനെ ഒരു കപ്പിയിലൂടെ കടത്തി മേശയുടെ മറുഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 50 ഗ്രാം വരുന്ന ഒരു തൂക്ക് കട്ടയും കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം
ആ സ്പ്രിങ്ങിനെ നമ്മളൊന്ന് അമർത്തി വെച്ചതിന് ശേഷം റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ വരും അല്ലേ, ഒരു തരംഗം ഉണ്ടാകും അല്ലേ, ഒരു ഓളം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായ ഓളങ്ങളിങ്ങനെ ആ ചരടിലുണ്ടാകുന്നത് കാണാം. അതെന്ത് ചെയ്യും, അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ, അത് മൂവ് ചെയ്ത് അതിൻ്റെ മറുഭാഗത്തേക്ക് പോകുന്നു. ചരടിലുണ്ടാകുന്ന തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചരടിലെ കണങ്ങളുടെ സ്ഥാനം? തുലന സ്ഥാനത്ത് നിന്ന് ആ കണികകൾ മുമ്പോട്ട് നീങ്ങുന്നില്ല, അവ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്. നേരത്തെ നമ്മൾ വായു കണ്ടപ്പോൾ ആ കണികകൾ എന്ത് ചെയ്യുവാണ്, നീങ്ങി അങ്ങോട്ട് പോവുകയാണല്ലേ, സമാന്തരമായാണ് പോകുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, മുകളിലേക്കും താഴേക്കും പോകുന്നു. ഇതാണ് വ്യത്യാസം. ഓക്കെ അല്ലേ? അപ്പോൾ ചരടിലെ ബിന്ദുക്കൾ അവയുടെ തുലന സ്ഥാനത്ത് നിന്ന് ലംബമായി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നു. അല്ലാതെ അവയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ഥാനാന്തര ചലനം ഉണ്ടാകുന്നില്ല. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ അനുപ്രസ്ഥ തരംഗങ്ങളിൽ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കണികകൾ കമ്പനം ചെയ്യും. അനുദൈർഘ്യ തരംഗത്തിൽ മാധ്യമത്തിലെ കണികകൾ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യും. ഓക്കെ അല്ലോ? ഓക്കെ ആണല്ലോ? അനുദൈർഘ്യമാണെങ്കിൽ സമാന്തരമായി, അനുപ്രസ്ഥമാണെങ്കിൽ ലംബമായി കമ്പനം ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് വച്ചിട്ടാണ് നമുക്ക് അടുത്ത വർക്ക് വരുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അതുകൂടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാവും. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ തന്നിരിക്കുന്നു. അവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. നമുക്കൊന്ന് നോക്കാം. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. ലംബമായി, താഴേക്കും മുകളിലേക്ക് ലംബമായി കണികകൾ കമ്പനം ചെയ്യുന്ന ഇതിലാണ് അനുപ്രസ്ഥ തരംഗത്തിലാണല്ലേ. ഉച്ചമർദ്ദ മേഖലകളും നീച്ചമർദ്ദ മേഖലകളും ഉണ്ടാകുന്ന എവിടെയാണ്? ഓക്കെ, നമ്മൾ ട്യൂണിംഗ് ഫോക്കിൻ്റെ എക്സ്പെരിമെൻറ്റ് കണ്ടു. അനുദൈർഘ്യ തരംഗം അല്ലേ. അപ്പോൾ ഉച്ചമർദ്ദ മേഖലകളും നീച്ചമർദ്ദ മേഖലകളും ഉണ്ടാക്കുന്നത് അനുദൈർഘ്യ തരംഗം. ലംബമായി കണികകൾ കമ്പനം ചെയ്യുന്നത് അനുപ്രസ്ഥ തരംഗം. അടുത്തത്, മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത് ഏതാണ്? അതല്ലേ ഉച്ചനീചമർദ്ദ മേഖലകൾ. ഓക്കെ, അപ്പോൾ മർദ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത് അനുദൈർഘ്യ തരംഗം. ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നു. ശൃംഗങ്ങളും ഗർത്തങ്ങളും എന്ന് പറഞ്ഞാൽ ഉയർച്ചകളും താഴ്ചകളും ഏതിലാണ്? ആ ലംബമായി കണികകൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാകുന്നത്. ഏതിൽ? അനുപ്രസ്ഥത്തിൽ. തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് സമാന്തരമായി മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നു. സമാന്തരമായി കമ്പനം ചെയ്യുന്നു. ട്യൂണിംഗ് ഫോർക്കിൻ്റെതല്ലേ. അനുദൈർഘ്യം. മാധ്യമത്തിൽ മർദ്ദ വ്യതിയാനങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഏതാണ്? അനുപ്രസ്ഥ. ഓക്കെ അല്ലേ? ഭൗതികശാസ്ത്രം ആദ്യ പാഠത്തിൻ്റെ പകുതി പോർഷൻസാണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞത്. ഇനി ഏകദേശം ഈ വിധം ഭാഗം ഇനി വരുന്നുണ്ട്. 2 വീഡിയോസായിട്ട് നമുക്ക് കാണാം. കാരണം ഒറ്റ വീഡിയോ ആകുമ്പോൾ ഒത്തിരി നമുക്ക് ടൈം പോകും. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒപ്പം ബയോളജിയുടെ ആദ്യത്തെ പാഠത്തിൻ്റെ ക്ലാസ് 2 ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കാണാൻ പറ്റാത്തവർ കാണാനായിട്ട് ശ്രദ്ധിക്കുക. പഠിച്ചു കഴിഞ്ഞ പാഠങ്ങളുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ക്വസ്റ്റ്യൻസും രണ്ടും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.